ഇനി 24 ഒരു ഇലക്ഷൻ ബ്രേക്കിംഗ് ആണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ധാർമ്മിക ഉത്തരവാദിത്തം സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ചർച്ചയാക്കി UDFും BJPയും. മന്ത്രി എന്ന നിലയിൽ ധാർമ്മിക ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയാനാവില്ലെന്നായിരുന്നു 24ന്റെ ഗ്രൗണ്ട് സീറോയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. കടകംപള്ളി സുരേന്ദ്രന് നിയമപരമായ ഉത്തരവാദിത്വമുണ്ടെന്ന് UDFും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കരുതെന്ന് BJPയും പ്രതികരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള ആരോപണം ഉയർന്ന ശേഷം ഇതാദ്യമായാണ് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നെന്ന വിധത്തിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ദേവസ്വം മന്ത്രിക്ക് ഇനി ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഞാൻ പറയും. ഞാൻ ആ കാലത്ത് മന്ത്രിയായിരുന്നു. അതിനു മുമ്പുള്ള മന്ത്രിമാരുടെ കാലത്തും അത് നടന്നിട്ടുണ്ട്, അതിനുശേഷവും നടന്നിട്ടുണ്ട്. അപ്പോൾ ധാർമ്മികത എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മൾ ഉയർത്തുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ ശരിയെന്ന്. താൻ മന്ത്രിയായിരുന്ന കാലത്ത് മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങളെന്നും കടകംപള്ളി സുരേന്ദ്രൻ. കടകംപള്ളി സുരേന്ദ്രനെതിരെ കഴക്കൂട്ടം മണ്ഡലത്തിലെ UDF NDA സ്ഥാനാർത്ഥികൾ രംഗത്ത്. ധാർമ്മിക ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ട് നിയമപരമായ ഉത്തരവാദിത്വം അവിടെ ഇല്ലേ? വിശ്വാസികളുടെ മുമ്പിൽ പോയി മോഷണം നടന്നതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ പുച്ഛത്തോടെയല്ലേ കാണുള്ളൂ. അയ്യപ്പൻ്റെ അടുത്ത് പോയി മാപ്പ് പറയാൻ തയ്യാറുണ്ടോ? അദ്ദേഹത്തിൻ്റെ ചുമതല ദേവസ്വം സംരക്ഷിക്കലായിരുന്നു. അത് മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തന്നെ കൂട്ടുനിന്നു സമ്മതിച്ച സ്ഥിതിയിൽ പിന്നെ അങ്ങനെ ഒരാൾ ഈ പറഞ്ഞതിൽ എന്താ വാദം? ആ വാദത്തിന് എന്തർത്ഥമുണ്ട്? വകുപ്പ് ഭരിക്കാൻ പോലും അറിയില്ലാത്ത മന്ത്രിയാണ് അദ്ദേഹം എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിരിക്കുന്നു. കടകംപള്ളി സുരേന്ദ്രന് വൈകി വന്ന ബോധ്യമാണെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കടകംപള്ളിയുടെ തുറന്നുപറച്ചിലിൽ പ്രതികരിക്കാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കഴക്കൂട്ടത്ത് UDFന്റെയും NDAയുടെയും മുഖ്യ പ്രചരണായുധമാണ് സ്വർണ്ണക്കൊള്ള. അതിനിടയിലാണ് കടകംപള്ളിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കൽ. കഴക്കൂട്ടത്ത് മത്സരം പൊടിപാറും. ക്യാമറാമാൻ സിറിൽ D ലെസ്റ്റിക്കൊപ്പം തനേഷ് തമ്പി, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.